ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. കഴിഞ്ഞ ദിവസം നിത്യയിലേക്ക് പ്രവേശിച്ച ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ സഭാംഗമായ മേരി തോമസിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നാളെ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഡസ്പ്ലൈൻസിലുള്ള റിച്ച്വുഡ് മെമ്മോറിയൽ പാർക്ക് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളുള്ള ദുഃഖവും പ്രത്യാശയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അറിയിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷ ഷിക്കാഗോ സിറ്റിയിൽ നടക്കുന്നതിനാൽ ഇന്ന് ക്രമീകരിച്ചിരുന്ന IPC സെൻട്രൽ റീജിയന്റെ സഹോദരി സമാജം സമ്മേളനം ക്യാൻസൽ ചെയ്തിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഷിക്കാഗോയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാക്കുന്ന ജൂബിലി സമ്മേളനം കഴിഞ്ഞ ശനിയാഴ്ച കനോഷ്യയിൽ വെച്ച് നടന്നു. പാസ്റ്റർ ജിജു പി ഉമ്മൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ അന്തർദേശീയ പ്രസിഡന്റ് പാസ്റ്റർ ജോൺ തോമസ് ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സഭാ സെക്രട്ടറി ബ്രദർ ഷെറി ജോർജ് സ്വാഗതവും ബ്രദർ ടൈറ്റസ് മാത്യു കൃതജ്ഞതയും രേഖപ്പെടുത്തി. സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായ പാസ്റ്റർ PV കുരുവള, പാസ്റ്റർ ജോൺ തോമസ്, ഇപ്പോഴത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ ജിജു പി ഉമ്മൻ എന്നിവരെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. FPCCക്ക് വേണ്ടി പാസ്റ്റർ തോമസ് യോഹന്നാൻ, CCFന് വേണ്ടി ഡോക്ടർ വിൽസൺ എബ്രഹാം, ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പിന് വേണ്ടി കുര്യൻ ഫിലിപ്പ് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു. 25 വർഷത്തെ ചരിത്രങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുന്ന സുവനീർ പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. FPCCയുടെ ഈ മാസത്തെ മാസയോഗം അടുത്ത ശനിയാഴ്ച ജൂൺ മാസം 15-ാം തീയതി പാസ്റ്റർ ജോൺ ടി കുര്യൻ ശുശ്രൂഷിക്കുന്ന എബനസർ പെന്റക്കോസ്റ്റൽ ചർച്ച് വെച്ച് നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാസ്റ്റർ TS ഷാമുൽ കുട്ടി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. IPC റീജിയൻ സമ്മേളനം ഇന്നും നാളെയുമായിട്ട് പാസ്റ്റർ ജോൺ ടി കുര്യൻ ശുശ്രൂഷിക്കുന്ന എബനസർ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവ്യർ ജെയിംസ് ദൈവവചനം സംസാരിക്കും. എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് റീജിയൻ ഭാരവാഹികൾക്ക് വേണ്ടി പാസ്റ്റർ PC മാമൻ, പാസ്റ്റർ PB മാമൻ, പാസ്റ്റർ ജോൺ ടി കുര്യൻ, ബ്രദർ ജോൺ മത്തായി എന്നിവർ അറിയിക്കുന്നു. ഇതോടനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്ന സഹോദരി സമ്മേളനം പ്രത്യേക സാഹചര്യത്താൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന വിവരം വീണ്ടും അറിയിക്കുന്നു. ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയുടെ സഭയുടെ റിട്രീറ്റ് അടുത്ത ആഴ്ചയിൽ ജൂൺ മാസം 14 മുതൽ 16 വരെ വിസ്കോൺസിൽ വെച്ച് നടത്തപ്പെടുന്നു. സഭയുടെ സീനിയർ പാസ്റ്റർ ജോസഫ് കെ ജോസഫും നേതൃത്വം നൽകും. സഭയുടെ VBS ജൂലൈ മാസം 23 മുതൽ 26 വരെ നടത്തപ്പെടുന്നതാണ്. സ്നാന ശുശ്രൂഷ ജൂൺ മാസം 23-ാം തീയതി നടത്തപ്പെടുമെന്ന് സഭാ ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ സണ്ണി മാത്യു ശുശ്രൂഷിക്കുന്ന സയോൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നാളെ പ്രത്യേക കൺവെൻഷൻ നടത്തപ്പെടുന്നു. പാസ്റ്റർ N പീറ്റർ ദൈവവചനം സംസാരിക്കുന്നതാണ്. ഇന്ത്യൻ ചർച്ച് ആൻഡ് മിഷൻ ലീഡേഴ്സിന്റെ ഒരു പ്രത്യേക സമ്മേളനം ജൂൺ മാസം 21-ാം തീയതി ICAGയിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ഡോക്ടർ വിൽസൺ എബ്രഹാം അറിയിക്കുന്നു. നാളെ ശനിയാഴ്ച 11 മണി മുതൽ ഷിക്കാഗോ ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്റർ വർഗീസ് മാത്യു ശുശ്രൂഷിക്കുന്ന അൽഗോങ്ങിലുള്ള സഭാ ഹാളിൽ വെച്ച് പ്രത്യേക ഉപവാസ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പാസ്റ്റർ PY പീലിപ്പോസ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യയുടെ 25ാമത് ജൂബിലി സമ്മേളനം ഓഗസ്റ്റ് 22 മുതൽ 24 വരെ ഗോൾഫ് മെയിൻ പാർക്ക് ഡിസ്ട്രിക്റ്റിൽ വെച്ച് നടത്തുന്നതാണെന്ന് പ്രസിഡന്റ് പാസ്റ്റർ ബാബച്ചൻ ബദേൽ അറിയിക്കുന്നു. ഷിക്കാഗോ റിവൈവൽ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 22 മുതൽ 24 വരെ ഗോൾഫ് മെയിൻ പാർക്ക് ഡിസ്ട്രിക്റ്റിൽ വെച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് അറിയിക്കുന്നു. ഈ വർഷത്തെ വിവിധ സഭകൾ നടക്കുന്ന VBS ICAG സഭയുടെ VBS ജൂൺ മാസം 27 മുതൽ 29 വരെ, ഷാരോൺ ചർച്ചിന്റെ VBS ജൂൺ മാസം 27 മുതൽ 29 വരെ, IPC ഹെബ്രോൺ സഭയുടെ VBS ജൂലൈ മാസം 23 മുതൽ 26 വരെ, സയോൺ ചർച്ചിന്റെ VBS ജൂൺ മാസം 14, 15 തീയതികളിലും, ഇലിയോസ് ചർച്ചിന്റെ VBS ജൂലൈ മാസം 24 മുതൽ 27 വരെയും, ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയുടെ VBS ജൂലൈ മാസം 23 മുതൽ 26 വരെയും നടത്തപ്പെടുന്നതാണ്. IPC ഹെബ്രോൺ സഭയുടെ വാർഷിക കൺവെൻഷൻ IPC ഹെബ്രോൺ ഹാളിൽ വെച്ച് ജൂലൈ മാസം അവസാനത്തെ ആഴ്ചയിൽ നടത്തപ്പെടുന്നു. പാസ്റ്റർ ബ്ലസൻ ഈ സമ്മേളനത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു.
അടുത്ത ആഴ്ചയിൽ നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സൂക്ഷിപ്പും പരിപാലനവും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ.